അസ്സലാമു അലൈക്കും. ഷാക്കിറ പുതിയ അയൽവാസിയോട് സംസാരിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻസ് ആണ് തൊട്ടുള്ള അയൽവാസി. ആ അമ്മക്ക് കളക്ടറേറ്റിലാണ് ജോലി. അച്ഛനാണെങ്കിൽ പ്രൊഫസറും. 2 ആൺകുട്ടികൾ. അവർക്ക് 2 പേർക്കും ട്രാൻസ്ഫർ ആകുന്നതിനനുസരിച്ച് വീട് മാറും. ഇനി ഈ വീട് മാറേണ്ടി വരില്ല എന്ന ആശ്വാസത്തിലാണ്. റിട്ടയർമെൻറ്റ് വരെ ഇനി ഇവിടെ തന്നെയാണെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. മക്കൾ 2 പഠിക്കുന്നു. MBBSനും ഒരാൾക്ക് CAക്കും. 2 പേരും 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ജോയും റോയും. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. ഷാക്കിറ കുഞ്ഞിന് എന്തെങ്കിലും കൊടുത്ത് വയറ് നിറക്കാമെന്ന് കരുതി തിരക്കൊക്കെ ഒഴിഞ്ഞ് മോളെ നോക്കിയപ്പോൾ കാണുന്നില്ല. എണീറ്റ ഉടനെ റസ്ക്കും പാലും കൊടുത്തതാണ്. വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. മോളെ മോളെ നീട്ടി വിളിച്ചിട്ടും പെണ്ണിൻ്റെ ഒരു ഒച്ചയും കേൾക്കുന്നില്ല. ചെയ്യുന്ന ജോലി അവിടെ ഇട്ട് അവൾ ഉമ്മയോടും ഉപ്പയോടും ചോദിച്ചപ്പോൾ ആൾ പുതിയ അയൽവാസിയുടെ വീട്ടിൽ പോയതാണെന്ന്. ഒന്ന് കാലെടുത്ത് വെക്കാൻ ഉള്ള ദൂരമുള്ളൂ എങ്കിലും അവൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പെട്ടെന്ന് എല്ലാവരോടും അടുക്കുകയോ ചാടിക്കേറി സംസാരിക്കുകയോ ചെയ്യുന്ന പ്രകൃതമല്ല അവൾക്ക്. അവരുടെ മുറ്റത്തെത്തിയതേ കുഞ്ഞു പെണ്ണിൻ്റെ പൊട്ടിച്ചിരി കേൾക്കാമെങ്കിലും കാണാനില്ല. അകത്തേക്ക് കയറി ചെല്ലാൻ മടിച്ച് ഷാക്കിറ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അകത്തു നിന്നും അന്നമ്മ ചേച്ചി ഇറങ്ങി വന്നു. ആഹാ, ഉമ്മച്ചി വന്നല്ലോ, ഇങ്ങ് കയറി വാ. ഷാക്കിറയെ അകത്തേക്ക് ക്ഷണിച്ചവർ അവളെ നോക്കിയപ്പോൾ മടിയോടെയാണെങ്കിലും അവൾ അകത്തേക്ക് കയറി. 20-21 വയസ്സ് തോന്നിക്കുന്ന പയ്യൻ്റെ മടിയിൽ മോളിരിക്കുന്നു. അവനെതിരെ തൊട്ടടുത്ത് അവനേക്കാളും 2 വയസ്സ് കുറവ് തോന്നിക്കുന്ന ഒരു പയ്യനും. അവൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിനെ എന്തോ കഴിപ്പിക്കുന്നുണ്ട്. ഷാക്കിറയെ കണ്ട പെണ്ണ് മാ താത്തൻ എന്തൊക്കെ പറഞ്ഞ് 2 കൈകൊണ്ടും ആംഗ്യം കാണിക്കുന്നുണ്ട്. ഈ പെണ്ണ് ഇവിടെ നിന്ന് ഇവരേക്ക് ഇത്ര വേഗം കയ്യിലെടുത്തോ? ഷാക്കിറ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയപ്പോൾ ജോയുടെ മേലേക്ക് ഒട്ടി നിന്ന അവൾ. ഷാക്കിറയെ കണ്ടതോടെ അവർ 2 പേരും എഴുന്നേറ്റു. ആ, കുഞ്ഞൂസിൻ്റെ ഉമ്മ വന്നല്ലോ. അവർ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന ഐസ്ക്രീം വീണ്ടും കൊടുത്തു തുടങ്ങി. പെണ്ണാണെങ്കിൽ വാ തുറന്ന് കൊടുക്കുന്നുണ്ട്. വാ. ഷാക്കിറ അവൾക്ക് നേരെ കൈനീട്ടിയെങ്കിലും അവൾ പോകാതെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. കൊച്ചു ചെല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. കണ്ടില്ലേ, ഈ കുഞ്ഞിക്കുമ്പ നിറഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് അവരെ നോക്കി നിൽക്കുന്ന മധ്യവയസ്കൻ പറഞ്ഞു. അപ്പോഴാണ് അവിടെ അങ്ങനെ ഒരാൾ ഇരിക്കുന്നത് തന്നെ അവർ കാണുന്നത്. അത് പിന്നെ അയാളോട് എന്ത് പറയണമെന്നറിയാതെ കുടുങ്ങി. ഞങ്ങൾ ഈ രാജകുമാരിയെ അങ്ങോട്ട് കൊണ്ടുവിടാം, അതിലൊരു പയ്യൻ പറഞ്ഞു. കൂട്ടുകൂടാൻ ബുദ്ധിമുട്ടുള്ളവരിൽ പെട്ടതാണ് ഷാക്കിറ എന്ന് മനസ്സിലാക്കിയവർ പറഞ്ഞു. തൻ്റെ കൂടെ മോള് വരില്ലെന്ന് മനസ്സിലായ ഷാക്കിറ എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് വീട്ടിലേക്ക് തന്നെ നടന്നു. അവളിനി വീട്ടിലേക്ക് വരട്ടെ. നടക്കുന്നതിനിടയിൽ പിറുപിറുത്തു പോയി. ആബിദ് അന്ന് പെണ്ണിനെ കാണാൻ പോയപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലെത്തിയത്. പെണ്ണിനെ കണ്ടാൽ അത്രയും പ്രായം തോന്നില്ല. മാത്രമല്ല സ്വന്തമായി ജോലിയും കുറച്ച് സ്വത്തും എല്ലാം ഉണ്ട്. ഈ വിവാഹം എന്തുകൊണ്ട് നടക്കുമെന്നൊരു തോന്നലും. അവിടെയുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എല്ലാവർക്കും അവനെ അത്രയും ഇഷ്ടമായൊരു പെരുമാറ്റമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആബിദ് മുറ്റത്തെത്തിയതും കാത്തിരുന്ന ഐഷുമ്മ അവനെ കണ്ട് എഴുന്നേറ്റ് അടുത്തേക്ക് പോയി. എന്തായി എന്ന് അറിയാഞ്ഞിട്ട് ഇരിപ്പുറക്കാതെ അവർ അവനോട് ചോദിക്കും മുന്നേ തന്നെ സന്തോഷത്തോടെ കാര്യങ്ങൾ പറയുന്നവന് റസിയ ചാച്ചുവിന് പനി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. ആറ്റുനോറ്റുണ്ടായൊരു കുഞ്ഞ് ആണെന്നോർക്കാതെ അവളെയും കുഞ്ഞിനെയും ഒറ്റത്തള്ളൽ അവൻ വെച്ചു കൊടുത്തു. 2 പേരും കൂടെ വീണതും മോൻ ബോധം കിട്ടുപോയി. വല്ലാതെ പനിക്കുന്നുണ്ട് അവനെ. മരുന്നൊന്നും കൊടുത്തിട്ടും ഭേദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആബിദ് വരുന്നതെന്ന് നോക്കി മോനെ തൊട്ട് നോക്കി ബേജാറോടെ ഇരുന്നത്. ആബിദ് വന്നു എന്നറിഞ്ഞതും ഓടി വന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് മേൽ കഴുകി ഉടച്ചും ബാം പുരട്ടിക്കൊടുത്തും എല്ലാം നോക്കി റസിയിരുന്നു. എന്ത് ചെയ്തിട്ടും മോൻ്റെ പനിക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 2 പ്രാവശ്യം ഛർദ്ദിക കൂടെ ചെയ്തതാണ്. കണ്ണുനീരോടെ കുഞ്ഞിനെ തട്ടി വിളിക്കുന്ന റസിയയെ കണ്ടപ്പോൾ ആണ് താൻ എന്താണ് ചെയ്തതെന്ന ബോധം അവനുണ്ടായത്. വേഗം കുഞ്ഞിനെ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ മനസ്സും കലങ്ങിയിരുന്നു. ഇത്രയും പനി ഉണ്ടാകുമെന്ന് അവനും കരുതിയിരുന്നില്ല. തൻ്റെ പോക്ക് മുടക്കാനും സന്തോഷമില്ലാതാക്കാനും വേണ്ടി റസിയ പറയുന്നതാണെന്ന് മാത്രമേ അവനും കരുതിയുള്ളൂ. കുഞ്ഞിന് പനി കൂടിയത് കൊണ്ട് തന്നെ 2 ദിവസം കിടക്കേണ്ടി വന്നു.
ആ ദിവസങ്ങളിലായിരുന്നു അവളുടെ ഭാഗത്തു നിന്നുള്ള വിവാഹത്തിന് ആണെന്നുള്ള വിവരം നൽകിയത്. കുഞ്ഞിൻ്റെ അസുഖത്തിന് കുറവില്ലെങ്കിലും ആ വാർത്ത അവന് സന്തോഷം നൽകുന്നതായിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് അടുത്തുണ്ടായിരുന്ന റസിയുടെ മുഖത്ത് അപ്പോൾ യാതൊരു തര വികാരവും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. മുഴുവൻ മാറിയിട്ടില്ലെങ്കിലും കുറച്ച് ഭേദമായിട്ടുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവന്നതോടെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും റസിയെ ഏൽപ്പിച്ച് അവൻ വിവാഹം എത്രയും പെട്ടെന്ന് ആക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആയിരുന്നു. കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് വീടും വീട്ടുകാരെയും കണ്ടു. കൂട്ടത്തിൽ റസിയെയും മോനെയും. റസിയെ കണ്ട ഇവിടെ നെറ്റി ചുളിഞ്ഞു. ഭാര്യ സുഖമില്ലാതെ കിടപ്പിലായത് കൊണ്ടാണ് വേറൊരു വിവാഹം കഴിക്കുന്നത് എന്നാണ് ആ വീട്ടുകാരോട് ആബിദ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, നിങ്ങളല്ലേ ഭാര്യ കിടപ്പിലാണെന്ന് പറഞ്ഞത്? എന്നിട്ട് ഇപ്പോൾ അവർക്കൊരു കുഴപ്പമില്ലല്ലോ. കൂട്ടത്തിൽ വന്നൊരു കാർന്നോർ ചോദിച്ചപ്പോൾ ആബിദും ആയിഷുമ്മയും നിന്ന് പരിങ്ങി. എന്നാൽ കാർന്നോരുടെ സംസാരം കേട്ട് റസിയുടെ കണ്ണു നിറഞ്ഞു. തനിക്കൊരു കുഴപ്പവുമില്ല, എന്നിട്ടും വിവാഹം കഴിക്കാൻ വേണ്ടി അവിടെയുള്ളവരോട് കളവ് പറഞ്ഞിരിക്കുന്നു. അവൾ അത് കേട്ട് മുഖമുയർത്തിയപ്പോഴേക്കും ആയിഷുമ്മ അടുത്ത കളവ് പറഞ്ഞിരുന്നു. അവൾക്കേ വാദത്തിൻ്റെ അസുഖമാണ്, ആമവാദത്തിൻ്റെ അസുഖം. ഇതുവരെ കിടപ്പിൽ തന്നെയായിരുന്നു. 2 ദിവസമായി നടങ്ങിയിട്ട്. എഴുന്നേറ്റിരിക്കുന്നതിനേക്കാൾ ദിവസം കിടപ്പിലാണ്. കുഞ്ഞിനെയോ വീടോ ഒന്നും നോക്കാൻ വയ്യ. ആയിഷുമ്മ അവർ വിശ്വസിക്കും രീതിയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. കാർന്നോറൊന്ന് അമർത്തി മൂളി. എല്ലാം വിശ്വസിച്ചിട്ടില്ല എന്നതുപോലെ. വന്നവർ മടങ്ങിയതും ആയിഷുമ്മയും ആബിദും റസിയയ്ക്ക് നേരെ തിരിഞ്ഞു. നാശം, എനിക്ക് ആ റൂമിൽ തന്നെ അടച്ചിരിക്കാമായിരുന്നില്ലേ? എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി. എൻ്റെ മോനിത്തിരി സന്തോഷവും സുഖവും അനുഭവിക്കുന്നത് എനിക്ക് കണ്ണിൽ പിടിക്കൂല. ആയിഷുമ്മ തൻ്റെ നാവ് കൊണ്ട് അവളെ കൊല്ലാതെ കൊന്നു. പ്രതീക്ഷകൾ കുറച്ചേ ഉള്ളൂ എങ്കിലും ആബിദ് പെണ്ണു കണ്ട വീട്ടുകാരുടെ വിവരം അറിയിക്കുന്നത് നോക്കിയിരുന്നു. 2 ദിവസം കഴിഞ്ഞതും അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞുള്ള ഫോൺ വന്നു. അതറിഞ്ഞതോടെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ തൻ്റെ മകനെ എടുത്ത് വട്ടം കറക്കിയവൻ. ഉപ്പയുടെ വിവാഹമാണതാ, നിനക്ക് ഞാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് എടുത്തു തരാം. വട്ടം കറക്കുന്നതിനനുസരിച്ച് പറയുന്നുമുണ്ട്. സന്തോഷം പ്രകടിപ്പിച്ച് നേരെ നിന്നതും ആ കുഞ്ഞിൻ്റെ കണ്ണ് നെറുകയിലേക്ക് പോയി ബോധം മറഞ്ഞു. ആബിദ് മുറുകെ പിടിച്ചതുകൊണ്ട് വീണില്ല. എൻ്റെ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് റസിയെ ഓടി വന്നപ്പോൾ അവൻ കുഞ്ഞിനെ ബെഡിൽ കിടത്തി. എന്തോ ചെയ്തിട്ടും കണ്ണ് തുറക്കാത്തവനെ നോക്കി റസിയ കണ്ണുനീർ വാർത്തപ്പോൾ ആബിദ് തൻ്റെ സന്തോഷം കളഞ്ഞതിലുള്ള ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ആബിദിൻ്റെ ഒരു സഹോദരൻ വന്നത്. അയാൾ റസിയോട് തേങ്ങിൽ കെട്ട് എന്താണെന്ന് അന്വേഷിക്കാൻ നിൽക്കുമ്പോഴാണ് കുഞ്ഞിനെ തുടരെ തട്ടി വിളിക്കുന്ന റസിയെ കണ്ടത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ബില്ല് വന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്നും അറിഞ്ഞതുമില്ല. അവസാനം കുഞ്ഞിന് ഹാർട്ട് കംപ്ലൈൻ്റ് ആണെന്ന് സീനിയർ ഡോക്ടർ അടുത്ത് നിന്ന് തന്നെ അറിഞ്ഞു. അന്നത്തെ മഞ്ഞപ്പിത്തത്തിൽ ബാധിച്ചതാണ്. പിന്നീട് ഇപ്പോൾ അത് കൂടുതലായി. ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഡൊണേറ്റർ വേണം, ഒപ്പം ലക്ഷണങ്ങളും. ആബിദിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ആകെയുള്ള മോനായി പോയില്ലേ. വേറൊരു വിവാഹം കഴിച്ചാൽ ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. ഇത്ര പൈസക്ക് എവിടുന്ന് ഉണ്ടാക്കാനാ? ഇനി ഉണ്ടാക്കിയാൽ തന്നെ ആരെ ഹാർട്ട് പകുത്തു നൽകും? ഡോക്ടർ അവൻ്റെ മറുപടി പ്രതീക്ഷിച്ചു കൊണ്ട് നിന്നു. അവനിൽ നിന്ന് മറുപടിയൊന്നും വരുന്നില്ലെന്ന് കണ്ടതോടെ അയാൾ വീണ്ടും സംസാരിച്ചു. പിന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാ അത്രയും നല്ലത്. ഡൊണേറ്ററെ കണ്ടെത്തിയിട്ടൊക്കെ വേണ്ടേ? വേഗം അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. ഒരു കുട്ടിയുടെ ജീവനല്ലേ. ആബിദിന് ഈ കാര്യത്തിൽ വലിയ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡോക്ടർ സംസാരിച്ചത്. അന്ന് പതിവിലും വിപരീതമായി ഷാക്കിറ രാവിലെ അടുക്കളയിൽ ഇരുന്ന് ഉറങ്ങി തൂങ്ങുന്നത് കണ്ട് ഉമ്മ ചിരിച്ചുപോയി. മോളെ, ഈ എഴുന്നേറ്റ് പോയി കിടന്നുറങ്ങ്. നിന്നോട് അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറയോ? ഇവിടെ എല്ലാവർക്കും അറിയാം മോളുടെ പാൽക്കുടി നിർത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നിന്നെ ആ രാത്രി കാന്താരി ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നും മറ്റുള്ള വീടുകളിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഇവിടെ അടുക്കളയിൽ കയറി എല്ലാം ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നിൻ്റെ വീടല്ലേത്, പിന്നെ ആരെ പേടിക്കാനാ? ഉറക്കം കളഞ്ഞാൽ തലവേദന വരും. ചെല്ല്, എൻ്റെ മോളിപ്പോൾ ഉറങ്ങുകയല്ലേ, നീയും പോയി ഉറങ്ങ്. എന്ത് പറഞ്ഞിട്ട് വല്ലായ്മയോടെ നോക്കി നിൽക്കുന്നവളെ ഉമ്മ തന്നെ റൂമിലേക്ക് ഓടിച്ചു വിട്ടു. ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിലും ഇത്രയും അടുപ്പമാണെങ്കിലും അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യാതെ കിടന്നാൽ ഉമ്മാക്ക് നീരസമുണ്ടാകുമോ എന്നൊരു ഭയം അവളിൽ ഉണ്ടായിരുന്നു.
ഉമ്മ പറഞ്ഞതോടെ അവൾ മോളുടെ അടുത്ത് പോയി കിടന്നു. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ ആബിദിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഐഷുമ്മ. ചാച്ചുവിന് വലിയൊരു ഓപ്പറേഷൻ വേണമെന്നും നല്ലൊരു തുക അതിന് ആവശ്യം വരുമെന്നും പറഞ്ഞതോടെ ഐഷുമ്മക്കും അത് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. എങ്കിലും ഇത്രയും കാലം പലരും ഒളിച്ചും പാത്തും പറഞ്ഞിരുന്ന ആബിദ് കഴിവില്ലാത്തവൻ ആണെന്നുള്ളതിന് മറുപടി പറയാൻ ജനിച്ച മകനാണ്. അവനെ വിട്ടുകളയാനും ഐഷുമ്മക്ക് കഴിയുമായിരുന്നില്ല. തൻ്റെയും തൻ്റെ മകൻ്റെയും അഭിമാനം കാത്തവനാണ്. അവന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആളുകൾ വീണ്ടും തങ്ങളെ കുറ്റപ്പെടുത്തും. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഐഷുമ്മ അവനെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. മോനെ, ഇത് കൊണ്ടുപോയി വിൽക്ക്, എന്നിട്ട് നീയോ ഒരുമ്പട്ടോളൂ. കരൾ മാറ്റിവെക്കാനുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞ് അവർ തൻ്റെ റൂമിൽ കരുതിയിരുന്ന ആ സ്വർണം എടുത്തു നൽകി. അന്ന് ഞാൻ ഇരട്ടിപ്പിച്ചത് നന്നായി, അതുകൊണ്ടിപ്പോൾ ആവശ്യത്തിന് ഉപകരിച്ചു. അത് നൽകുന്നതോടൊപ്പം തന്നെ ഐഷുമ്മ പറയുകയും ചെയ്തു, ഞാൻ ആ ഒരുമ്പട്ടോളോടും പറഞ്ഞതായിരുന്നു സ്വർണം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിലിപ്പോൾ നല്ലൊരു തുക സ്വർണം കൊടുത്താലും കിട്ടിയിരുന്നു. അല്ലെങ്കിലും അവളെ എന്തിനു കൊള്ളാം, മണ്ണും ചാണോ അല്ലാത്തൊരു സാധനം, ഒന്നിനും കൊള്ളൂല. കിട്ടിയ അവസരം അവർ റസിയയെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും മറന്നില്ല. അവളവിടെ ഇല്ലെങ്കിലും ഐഷുമ്മ അവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞാനേ ആദ്യം ഡോക്ടറുമായി ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം, അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ആ പൊതി ഐഷുമ്മയെ തന്നെ ഏൽപ്പിച്ചു. തിരിഞ്ഞ് റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ വേഗത്തിൽ ഫോണെടുത്തു. ഹലോ. അങ്ങേ തിരക്കിൽ നിന്നുള്ള ശബ്ദത്തിന് മറുപടിയായി ആബിദ് ചോദിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പുതിയ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും കാർന്നോർ വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ അവന് നിൽക്കക്കള്ളി ഇല്ലാതായി. എത്രയും പെട്ടെന്ന് വിവാഹം നടത്താമെന്ന് അവന് വാക്കും കൊടുത്തു. ഹോസ്പിറ്റലിൽ ചെന്ന് വീണ്ടും ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അച്ഛനോ അമ്മയോ കരൾ ഡൊണേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ഡോണർക്ക് കൊടുക്കേണ്ട വലിയൊരു തുക കുറഞ്ഞു കിട്ടും. നീ കൊടുക്കില്ല അവനെ? എല്ലാം കേട്ടുകഴിഞ്ഞ റസിയോട് ആബിദ് ചോദിച്ചു. താനിപ്പോൾ അതിന് മുതിരുന്നത് ശരിയല്ല. തൻ്റെ വിവാഹം ശരിയായതാണ്. ഒരു പക്ഷേ ഓപ്പറേഷന് മുമ്പ് തന്നെ വിവാഹം നടന്നു എന്നും വരാം. അതുകൊണ്ട് തന്നെ തൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിടാൻ ഇടയാകരുത്, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നവൾ കുഞ്ഞിൻ്റെ അസുഖത്തെക്കുറിച്ചോർത്തു. തൻ്റെ പകുതിയായിരുന്നു, തൻ്റെ ജീവൻ തന്നെ നൽകാമെന്ന് മനസ്സിൽ കരുതിയവർക്ക്. പക്ഷെ അതിനുള്ള ഉത്തരം പറയാൻ സെക്കൻഡുകൾ വേണ്ടി വന്നില്ല. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഓരോ ടെസ്റ്റുകളും നടത്താനുള്ള ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ചു. റസിയ ഡൊണേറ്റ് ചെയ്യാൻ ഏബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്തു. ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും റസിയയുടെ മനം പെട്ടെന്ന് തന്നെ ശരിയാകണേ, തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയണേ എന്ന് തേങ്ങിക്കൊണ്ടേയിരുന്നു. ഒപ്പം തനിക്കൊന്നും സംഭവിക്കരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. തൻ്റെ കുഞ്ഞ് രക്ഷപ്പെടണം എന്ന വലിയ ആഗ്രഹത്തോടൊപ്പം താനും രക്ഷപ്പെടണമെന്ന ആഗ്രഹം മനസ്സിൽ നിറയാൻ പ്രത്യേക കാരണമെന്ന് പറയുന്നത് തൻ്റെ മരണത്തിന് ശേഷമുള്ള മോൻ്റെ ജീവിതമോർത്താണ്. ആബിദ് ഇപ്പോൾ തന്നെ വേറൊരു വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വേറൊരു വിവാഹം കഴിക്കുകയും ചെയ്താൽ തൻ്റെ മോൻ്റെ അവസ്ഥ എന്താകും? വേറൊരു കുഞ്ഞുണ്ടാവില്ല എങ്കിലും തൻ്റെ മോനെ അവർക്ക് സ്വന്തം മോനായി കാണാൻ കഴിയുമോ എന്നുള്ള ചിന്തകൾ അവളെ അലട്ടാൻ തുടങ്ങിയിട്ട് കുറച്ചായി. റസിയുടെ ടെസ്റ്റുകളെല്ലാം പോസിറ്റീവായിരുന്നു. തൻ്റെ മകന് ജീവിതവും ആയുസ്സും താൻ കാരണം കൂട്ടിക്കിട്ടുമെന്ന ചിന്ത അവളെ സന്തോഷത്തിലാക്കി. ഷാക്കിറയുടെ മോളുടെ പാലുകൂടി നിർത്തിയിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞു. പുതിയ അയൽവക്കക്കാരുമായി ഷാക്കിറയും കുടുംബവും അടുത്തു. എല്ലാവർക്കും മോളെ വലിയ കാര്യമാണ്. അവൾ വീട്ടിലുള്ളപ്പോഴൊക്കെ മോളെയും കൊണ്ടുപോകും. അവൾ അവിടുത്തെ ഒരു അംഗമായിട്ടുണ്ട്. മറ്റേ വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടത്. ഇതുവരെ ആരും വാങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്നു നോക്കുന്നത് കാണാം. ഇപ്പോൾ ഷാക്കിറയ്ക്ക് വലിയ ജോലിയൊന്നും തന്നെ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലില്ല. ഉമ്മയും ഉപ്പയും തന്നെയാണ് അവളെ നോക്കുന്നത്. ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം അവരുടെ കൂടെയാണ്. ഷാക്കിർ ഇപ്പോൾ തൻ്റെ പോയ ഉറക്കങ്ങൾ കടം വീട്ടുന്ന തിരക്കിലാണ്. അന്നൊരു ഞായർ ദിവസമായിരുന്നു. മോളെ അയൽവീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഷാക്കിറ അകത്ത് അടിച്ചുവാരി നിവർന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് ഉമ്മയാണ് അവളെ തട്ടി വിളിച്ചത്. മുഖത്ത് വെള്ളം തെളിയിച്ച് കണ്ണ് തുറന്ന് നോക്കിയ ഷാക്കിറ തന്നെ ഉറ്റുനോക്കുന്ന 3 ജോഡി കണ്ണുകളെ കണ്ടു. 3 പേരുടെ മുഖത്തും എന്ത് പറ്റിയെന്നറിയാതെയുള്ള ടെൻഷനായിരുന്നു. എന്ത് പറ്റി മോളെ? തലചുറ്റലുണ്ടോ?
BP കൂടെ കുറവ് ചെയ്തതാവാം. ഇല്ലെങ്കിൽ എങ്ങനെ ജീവൻ ഉണ്ടാകാനാ? എന്തെങ്കിലും കഴിച്ചാലല്ലേ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. ഉമ്മ അവളെ ശാസിച്ചു കൊണ്ടിരുന്നു. ഷാക്കിർ എഴുന്നേറ്റ് നിന്നുവെങ്കിലും വീണ്ടും തല ചുറ്റുന്നത് കണ്ട് എവിടെയെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്ന നിയാസ് അവളെ പിടിച്ചിരുന്നു. മോനെ, ഓൾക്ക് തീരെ വയ്യെന്നാ തോന്നുന്നത്. ഈ അവളെ പോയിന്ന് കൊണ്ടുപോയി കാണിക്കേ. നിന്റെ ഹോസ്പിറ്റലിലെ ജനറൽ ഡോക്ടറെ ഒന്ന് കാണിച്ചോക്ക്. അതിന് സമ്മതിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ എന്ന അർത്ഥത്തിൽ. മുഷിഞ്ഞ ഡ്രസ്സൊന്നല്ല, ഒരു 3 പീസാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ പോകാം. അവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പോയി. ടെസ്റ്റുകൾക്കിടയിൽ വീണ്ടും ഒരു സന്തോഷ വാർത്ത. ഷാക്കിറ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. ഇനിയും പെട്ടെന്നൊരു കുഞ്ഞിനെ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റ് തെറ്റിയത് പോലും അവൾ അറിഞ്ഞില്ല. മോളുടെ പാലുകുടി നിർത്തിയിട്ട് ആയത് നന്നായി എന്ന് ഷാക്കിറ ഒരു നിമിഷം ചിന്തിച്ചു. മോൾക്കിനി തൻ്റെ ഡെലിവറി ആകുമ്പോഴും 3 വയസ്സ് തികയുമെന്നോർത്തപ്പോൾ അതിലേറെ ആശ്വാസവും. നിയാസിനും തീരെ പ്രതീക്ഷിച്ചില്ലെങ്കിലും കേട്ട വാർത്ത സന്തോഷം നൽകി. തൻ്റെയും തൻ്റെ കുടുംബത്തിലേക്ക് മോളെ കൂടാതെ ഒരാൾ കൂടി വരുന്നു. ഈ വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ നിയാസിൻ്റെ ഉമ്മയും ഉപ്പയും ഷാക്കിറയും ഉമ്മയും ഉപ്പയും നിയാസെ വിളിച്ചറിയിച്ചു. ബാക്കിയുള്ളവരൊക്കെ അവർ അറിയിച്ചു കൊള്ളും. മോളെ നോക്കുന്ന കാര്യത്തിൽ പിന്നെ ഷാക്കിറയ്ക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഉമ്മയും ഉപ്പയും നിലത്ത് വെക്കാതെ തന്നെ നോക്കും. ഒരു ഡോക്ടറെ വീടായിട്ട് പോലെ മിഠായി തിന്നുതെന്ന് വയറ് നിറക്കും. ഉപ്പയോടൊപ്പം പോയി കണ്ട് മിഠായിയുടെ നേരെയൊക്കെ വിരൽ ചൂണ്ടലാണ് ഇപ്പോൾ അവളുടെ മെയിൻ ജോലി. പ്രതീക്ഷിക്കാതെ വന്ന സന്തോഷമാണെങ്കിലും അവരത് ആഘോഷിക്കുക തന്നെ ചെയ്തു. ആദ്യത്തെ പ്രഗ്നൻസി അറിഞ്ഞപ്പോൾ വന്നതുപോലെ തന്നെ ഷാക്കിറയുടെ സഹോദരിമാരും നിയാസിൻ്റെ കുടുംബക്കാരും അവളെ കാണാൻ വന്നു. ഇപ്രാവശ്യം വീട്ടിൽ പുറത്തെ ജോലിക്കൊക്കെ വേണ്ടി ഒരാളെ വെക്കാൻ ആദ്യം തന്നെ ഉമ്മ പറഞ്ഞിരുന്നു. മോളെ നോക്കുന്നതിനിടയ്ക്ക് എല്ലാ ജോലിയും ഷാക്കിറയെ ശ്രദ്ധിക്കലും എല്ലാം കൂടി നടന്നില്ലെങ്കിലും എന്നൊരു ചെറിയ ഭയം ഉമ്മാക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ നിയാസിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ വ്യത്യസ്തമായിരുന്നു ഷാക്കിറയ്ക്ക്. ഛർദ്ദിച്ചു കുഴഞ്ഞു അവൾ. ഒന്നും കുടിക്കാനും കഴിക്കാനും വയ്യ. അപ്പോൾ ഛർദ്ദിക്കും. നല്ല പെർഫ്യൂമിൻ്റെ മണം പോലും ചില സമയത്ത് പിടിക്കില്ല. നിയാസ് അടുത്ത് വരുമ്പോൾ പോലും പിടിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അടച്ചിട്ട റൂമിൽ തനിയെ കിടക്കാൻ ആണ് ഇപ്പോൾ അവൾക്ക് ഇഷ്ടം. നിയാസിൻ്റെ റൂമിൽ നിന്ന് കിടത്തം മാറ്റി അടുക്കളയിൽ നിന്നും പെട്ടെന്ന് സ്മെൽ വരാതെ ഇരിക്കാനെന്നോണം മാസ്ക് ഇട്ടുകൊണ്ടാണ് റൂമിൽ കിടക്കുന്നത് തന്നെ. മോളെപ്പോലെ പാവമല്ല ഇനി വരുന്ന ആളെന്ന് ഉമ്മ എപ്പോഴും കളിയിൽ പറയും. അവളുടെ ഇട്ട ഡ്രസ്സ് പോലും ഒന്ന് കഴുകിയിടാൻ പറ്റാതെ, ഒരു ദിവസം കുളിക്കാൻ പോലും പറ്റാതെ അവൾ ആ റൂമിൽ എപ്പോഴും കിടന്നു. തീരെ വയ്യാതെയാകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുന്നതിന് പകരം വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. എപ്പോഴും ഉമ്മയുടെ കണ്ണ് അവളുടെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. തനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോഴേക്കും ആ സാധനം മുന്നിലെത്തിയിരിക്കും. പറയാതെ എങ്ങനെയാണ് ഉമ്മാക്ക് തൻ്റെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. തനിക്ക് ഇങ്ങനെ ഒരു ഫാമിലിയെ കിട്ടിയതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആദ്യമൊക്കെ കഷ്ടപ്പെടുത്തിയത് ഇങ്ങനെ സന്തോഷമുള്ള സ്നേഹമുള്ളൊരു കുടുംബത്തെ തരാനായിരിക്കണം. പരീക്ഷണത്തിൽ പിടിച്ചു നിന്നത് കൊണ്ടായിരിക്കും പഠിച്ചവൻ എനിക്കൊരു നല്ല ജീവിതം തന്നത്. റസിയുടെയും മോൻ്റെയും ബോഡി വീക്കായതിനാൽ പെട്ടെന്നുള്ള ഓപ്പറേഷൻ നടക്കില്ലെന്ന് ഡോക്ടർ അറിയിച്ചു. കൊടുക്കുന്ന ആളും അത് സ്വീകരിക്കുന്ന ആളും കുറച്ച് ദിവസം മുന്നേയും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കണം. ഇൻഫെക്ഷൻ ഒന്നും വരാതെ ഇരിക്കണമെങ്കിൽ നല്ല ശ്രദ്ധയോടെ കഴിയണം. കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ആളും വൃത്തിയോടെയും മാസ്ക് ധരിച്ചും അല്ലാതെ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. കൂടാതെ വലിയ പണത്തിൻ്റെ ആവശ്യമുണ്ട് ഇതിനെല്ലാം. ഡോക്ടറുടെ സംസാരം കേട്ട് ആവതിന് ഇനിയും ഈ ഓപ്പറേഷൻ നടത്തണോ എന്ന തോന്നൽ മനസ്സിലേക്ക് വന്നു. പക്ഷെ ഉമ്മയുടെ വാക്കുകൾ ഒന്നും ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്നെ കയ്യിലെ ക്യാഷ് മുഴുവൻ തീർന്നിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ തീരൂ. ആബിന് നേരെ ഐഷുമ്മയുടെ അടുത്തേക്ക് പോയി ഉമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണം വാങ്ങി വിൽക്കാൻ വേണ്ടി. മോനെ, ഇത് വിൽക്കാൻ കൊണ്ടുപോവാണെങ്കിൽ ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതത്തോടെ തലയാട്ടി. ആദ്യമൊക്കെ ആചാര്യയുടെ കൂടെയും മറ്റു മക്കളുടെ കൂടെയും ഓരോ കാര്യവും പറഞ്ഞ് പുറത്തു പോകുന്നത് ശീലമായിരുന്നു. ഇപ്പോൾ പിന്നെ ആചാർക്ക് വയ്യാതായിരിക്കുന്നു. അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളല്ലാതെ പുറത്തേക്ക് പോകുന്നത് പോലും നിർത്തിയിട്ടുണ്ട്. പിന്നെ മക്കളെല്ലാം വേറെ വീട് വെച്ച് പോയതിനാൽ അവരോടൊപ്പം പോകാനുള്ള ചാൻസും കുറഞ്ഞു. കുറേയായി പുറത്തേക്കൊന്ന് പോയിട്ട്. മരുമക്കളെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാറില്ലെങ്കിലും ഐഷുമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകണം. വീട്ടിലെ ഭരണം അവരുടേതായതുകൊണ്ട് തന്നെ ആരും പിന്നെ ചോദ്യം ചെയ്യില്ലല്ലോ. എന്നും ഒരുങ്ങുന്നതിനും കൂടുതലായി ഒരുങ്ങി കാതിലെ ചിറ്റയ്ക്ക് നേരെയിട്ട് ഷാളും നല്ല പോലെ ഇട്ടു. മുറുക്കാൻ തുണിയുടെ കോന്തലയിൽ കെട്ടിവെച്ച് ആബിദ് മാറ്റി വരുന്നത് നോക്കിയിരുന്നു.
ആബിദ് വന്നതോടെ വളരെ ഉഷാറോടെ പോകാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് റസി അവർ പോകുന്നത് നോക്കി ഇരിക്കുന്നത്. ആ ഒരുമ്പട്ടോളോട് ഞാൻ അന്നേ പറഞ്ഞതായിരുന്നു ആ സ്വർണ്ണ ഇരട്ടിക്കാൻ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് കൊടുക്കാനേ. അന്നങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഈ സ്വർണത്തിന് പകരം ഇന്നത് വിറ്റുകൂടായിരുന്നോ? അതെങ്ങനെ മാപ്പിളക്കോ എന്നെക്കൊണ്ട് ഒരു 5 പൈസയുടെ ഗുണമില്ല. ഇപ്പം മകനും ഐഷുമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ അവൾക്ക് തല കുനിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തനിക്ക് ആകെയുള്ളത് 10 പവൻ സ്വർണ്ണമാണ്. അതും വല്ലവരുടെയും ഔദാര്യം. ഈ വാ മോനെ. താൻ പറയുന്നതിന് മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കുന്നവളെ ഒന്ന് നോക്കി ഐഷുമ്മ ആബിദിന് നേരെ തിരിഞ്ഞു പറഞ്ഞു. അവനും റസിയെ ഒന്ന് നോക്കിക്കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം അവർ സ്വർണം വാങ്ങിക്കുന്ന വലിയ ജ്വല്ലറിയിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ പാർക്ക് ചെയ്ത് നിർത്തി. ഐഷും ഇറങ്ങിയതും അവരുടെ കൈയും പിടിച്ച് ജ്വല്ലറിയുടെ നേരെ നടന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.